ഹലോ ഗൈസ്, ഇന്ന് 8-ൻ്റെ ഒരു പണി കിട്ടി. ഞങ്ങളിവിടെ മെൽബണിൽ ഒരു ഫ്രീ വേയിൽ പെട്ട് കിടക്കുകയാണ്. ഞങ്ങളിന്ന് വെള്ളിയാഴ്ച ആയിക്കൊണ്ട് വൈകുന്നേരം ഒരു സ്ഥലം വരെ ഞാനും വൈഫും കൂടെ ഇറങ്ങിയതാണ്. പക്ഷേ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഒരു ചെറിയ നോയ്സ് കേട്ടു. അപ്പോൾ നോയ്സ് കേട്ടിട്ട് എനിക്കപ്പോഴേ മനസ്സിലായി എന്തോ തകരാറ് പറ്റി. അപ്പോൾ ഏതായാലും ഭാഗ്യത്തിന് ഞാൻ പെട്ടെന്നൊന്ന് സൈഡാക്കി എമർജൻസി ലൈനിലോട്ട് കയറ്റി വെച്ച് പിന്നെ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഈ തലയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൾ നോക്കിയേച്ച് പറഞ്ഞു, ഇതുപോലെ ഫ്രണ്ട് ടയർ ഫുള്ള് ഫ്ലാറ്റ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ നാട്ടിലെ പോലെ നമുക്ക് വെളിയിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. അത് നാട്ടിലാണെങ്കിലും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം വണ്ടിയെല്ലാം തുരുതുരാന്ന് ഭയങ്കര സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുക, അതുപോലെ തന്നെ ബെൽറ്റ് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കണം. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിയർ വ്യൂ മിററിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് എന്തെങ്കിലും പ്രശ്നത്താൽ എന്തെങ്കിലും വണ്ടിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ പുറകെ വരുവാണെങ്കിൽ നമ്മൾ അലേർട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് നമ്മൾ ഹസാർഡ് ലൈറ്റ്സ് ഓൺ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ RICBനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ അവരുടെ ടീമിനെ ഉടനെ തന്നെ അയക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്, വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുക. ഇനിയിപ്പം RICBയുടെ ആൾക്കാർ വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതും കൂടെ കാണിക്കാം കേട്ടോ. അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നിങ്ങളാരും പാനിക് ആകരുത്. അപ്പം നമ്മൾ ആ ഒരു കാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. നിങ്ങൾ വണ്ടിക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ പാനിക്കായിട്ട് പുറത്തിറങ്ങാൻ പോവുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. വളരെ സേഫായിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ട് വണ്ടിക്കകത്ത് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയൊക്കെ നിങ്ങൾ റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യുക, എല്ലാം ഓക്കെ ആണോ എന്നെല്ലാം വരുത്തുക. ഈ വണ്ടിയുടെ കേസിൽ ഞങ്ങൾ റീസെൻ്റ്ലി സർവീസ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് ജസ്റ്റ് എന്തോ വഴിയിൽ നിന്ന് എന്തോ ഒരു നെയിലോ എന്തോ കുത്തി കയറിയതാണ്. അപ്പോൾ പെട്ടെന്ന് ഫ്ലാറ്റായി പോയി. അപ്പോൾ ഇനി ബാക്കി വരുന്ന പോലെ കാണാം. പിന്നൊരു നീണ്ട കാത്തിരിപ്പായിരുന്നു. വണ്ടിക്ക് വെളിയിലും ഇറങ്ങാൻ വയ്യ. ഞങ്ങളിങ്ങനെ പരസ്പരം നോക്കി, പോകുന്ന വണ്ടികളെയൊക്കെ ഇങ്ങനെ വായി നോക്കി കുറേ നേരം ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബോറടിച്ചു. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് വെളിയിലിറങ്ങാൻ ഒട്ടും സ്പേസ് ഇല്ലായിരുന്നു. ആകെ ടൈറ്റായിട്ടുള്ളൊരു ലൊക്കേഷനാണ് ഞങ്ങളുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ സേഫായിട്ട് വണ്ടിക്കകത്ത് തന്നെ ഇരുന്നു. ആദ്യം അവർ 60 മിനിറ്റിനുള്ളിൽ വരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 60 മിനിറ്റ് കാണാതായപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ടിലും കൂടെ വിളിച്ചു. അതേതായാലും നന്നായി. അപ്പൊ നമ്മളിനി എങ്ങനെ ഇവിടുന്ന് പോകാൻ പോകുന്നത്? നമ്മൾ RICB വിളിച്ചിട്ടില്ലേ, അവര് ടോ ട്രക്ക് അയക്കും. കാരണം ഫ്രീ വേ ആയതുകൊണ്ട് ഇവർ ഇവിടെ നിർത്തി ടയറൊന്നും മാറാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ടയർ സ്വന്തമായിട്ട് മാറാൻ അറിയാമെങ്കിൽ ഇവിടെ മാറാൻ പറ്റത്തില്ല? പറ്റത്തില്ല. കാരണം ഇത് ഫ്രീ വേ അല്ലേ. ഫ്രീ വേയിൽ എമർജൻസി ആണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സേഫ് അല്ല. വണ്ടിക്ക് വെളിയിൽ ഇറങ്ങുന്ന ഒട്ടും സേഫ് അല്ല. അപ്പം നമ്മൾ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുക. അതുപോലെ തന്നെ അവർ ടോ ട്രക്ക് വിടും. ആ ടോ ട്രക്ക് വെച്ചിട്ട് അവർ വണ്ടി ടോ ചെയ്ത് സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ട് ഇറക്കും. അവിടെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ടയർ മാറുകയോ. അപ്പൊ ഇവിടുന്ന് നമ്മൾ ഈ കാറിൽ നിന്ന് ഇറങ്ങാൻ പോണില്ല. ഇവൻ അവര് ടോ ട്രക്ക് കൊണ്ടുവന്നാലും നമ്മൾ ഇറങ്ങാൻ പാടില്ല. നമ്മൾ കാറിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്കറിയത്തില്ല, ഇനി അവർ നമ്മളെ സേഫ് ആയിട്ട് വണ്ടിയിൽ നിന്ന് ഇറക്കി വെച്ച് അവരുടെ ടോ ട്രക്കിനകത്ത് ഉള്ളിൽ കയറ്റിക്കൊണ്ട് പോകുമെന്നും എനിക്കറിയത്തില്ല. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ എന്നിട്ട് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ഏതായാലും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ടിനെ വിളിച്ചത് കാര്യമായി. അവരെ വിളിക്കേണ്ട താമസമേ ഉള്ളായിരുന്നുള്ളൂ. അവർ 5 മിനിറ്റ് കൊണ്ട് അവരുടെ പെട്രോൾ വെഹിക്കിൾ വിട്ടു. അതിനകത്തൊരു നല്ല ഓഫീസർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇറങ്ങി വന്ന് ഞങ്ങളോടൊക്കെ ചോദിച്ചു, നിങ്ങൾ ടോ ട്രക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി ചോദിച്ചു, എത്ര സമയം എടുക്കും അത് വരാനെന്ന്? അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം അവർ വിളിച്ചതേ ഉള്ളൂ, ഒരു 60 മിനിറ്റും കൂടെ എടുക്കുമെന്നാണ് അവർ പറയുന്നത്. പുള്ളിക്ക് അങ്ങനെ 60 മിനിറ്റ് ഞങ്ങളുടെ പുറകെ കാത്തുകെട്ടി കിടക്കാൻ കഴിയത്തില്ലാത്തതുകൊണ്ട് പുള്ളി പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ആ റോഡ് ബ്ലോക്ക് ചെയ്യാം, ഒരു ലെയിൻ ഞാൻ ബ്ലോക്ക് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ വണ്ടി കുറച്ചൊന്ന് സൈഡാക്കിയിട്ട് പുള്ളിയും കൂടെ ഹെൽപ്പ് ചെയ്യാം. ഇനി നമുക്ക് 2 പേർക്കും കൂടെ ചേർന്ന് ആ ടയർ അങ്ങ് മാറ്റിയിടാമെന്ന് പറഞ്ഞു. ഞാനും കുറേ നേരം വെയിറ്റ് ചെയ്ത് കിടന്നതല്ലേ, ഇനിയിപ്പോൾ ടോ ട്രക്കൊന്നും വരാൻ എനിക്ക് അത്രയ്ക്ക് ക്ഷമയില്ലായിരുന്നു. ഞാനും അപ്പോൾ പുള്ളിയുടെ കൂടെ ചാടി ഇറങ്ങി. ഏതായാലും പുള്ളി സേഫായിട്ട് ടയറെല്ലാം മാറ്റിയിട്ട് ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. വളരെ നല്ല മനുഷ്യനായിരുന്നു പുള്ളി. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ടയറൊക്കെ മാറ്റിയിട്ട് പുള്ളി ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഞങ്ങളും പുള്ളിയോട് ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ബൈയും പറഞ്ഞ് ഞങ്ങളവിടുന്ന് സ്ഥലം കാലിയാക്കി. പുള്ളി ഞങ്ങൾ പോകുന്നിടം വരെയും അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ സേഫായിട്ട് വീട്ടിലോട്ട് പോയി. അടുത്ത ദിവസം ഒരു ടയർ ഷോപ്പിൽ കൊണ്ടുപോയി കാണിച്ചപ്പോഴത്തേക്ക് ഏതായാലും പ്രതീക്ഷ പോലെ ടയറിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയൊരു പങ്ക്ചറായിരുന്നു. ആ പങ്ക്ചർ ഒട്ടിച്ചിട്ട്
ഞങ്ങൾ തിരികെ വീട്ടിൽ പോയി. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടതിൽ ഒരുപാട് താങ്ക്സ്. നിങ്ങളെല്ലാവരും ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് സേഫ്റ്റി പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു.